ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ക്രിസ്മസ് ഡേ സ്പെഷ്യൽ സാന്റാക്ലോസിനെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ ജെല്ലിയൊക്കെ മേടിക്കില്ലേ കുട്ടികൾക്ക്, അപ്പോൾ കിട്ടുന്ന ഒരു കപ്പാണ്. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചു, എന്തെങ്കിലും ആവശ്യം വരുമല്ലോ നമുക്ക്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് എന്താ ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്കൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യുമ്മേൽ ഒട്ടിയാൽ നല്ല പണി കിട്ടും, കൈ പറിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇനി അതൊന്ന് ഒട്ടിച്ചെടുക്കാം. കുറച്ച് ടൈമൊന്ന് പിടിച്ചാൽ അതവിടെ ഒട്ടിക്കിട്ടും. ഓക്കെ, ഇപ്പോൾ അത് ഒട്ടിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഒട്ടി. ഇനി വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വൈറ്റ് പെയിൻ്റ് അടിച്ചത് വെറുതെ ആയെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി ഉണക്കിയൊക്കെ എടുത്ത് വെച്ചു. പക്ഷേ ചെയ്യുന്ന നേരത്തെ അതിൻ്റെ കൈമലൊക്കെ ആയി. അപ്പോൾ എന്തായാലും വീഡിയോയിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ചെയ്ത ഒരു ബുദ്ധിമുട്ട് അത് നിങ്ങൾ അറിയണമല്ലോ. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തു. ഒരു കാര്യമില്ല, വെറുതെ ആയിപ്പോയി ആ പെയിൻറ്റ്. അപ്പോൾ ഇതാട്ടാ, ഇനി ഇപ്പോൾ കൈ ഉണങ്ങിയപ്പോൾ എൻ്റെ കൈമലൊക്കെ ആയി. അപ്പോൾ ഇനിയിപ്പോൾ അത് വെച്ചിട്ട് കാര്യമില്ല വെച്ചിട്ട് ഞാൻ അതിൽ ഗമ്മൊക്കെ തേച്ച് കൊടുത്തു. ഒരു ടിഷ്യൂ വെച്ച് ഞാൻ ഒട്ടിക്കാമെന്നപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പെയിൻറ്റ് പിടിക്കുന്നില്ല ഗൈസ്. അപ്പോൾ ടിഷ്യൂ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്കിതിൽ വരച്ചെടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഞാൻ ടിഷ്യൂ ഒക്കെ എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. ഫുൾ കവർ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ കവർ ചെയ്തെടുത്തു. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ജെല്ലിയൊക്കെ മേടിക്കുകയാണെങ്കിൽ എടുത്ത് വെച്ചോളൂ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഒരു സാന്റാക്ലോസ് ഉണ്ടാക്കാൻ കഴിയും. ഇനി ഇപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ വരുന്നത്, എന്തായാലും ഒന്ന് ജസ്റ്റ് അലങ്കരിക്കാമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട് ടിഷ്യൂ പേപ്പറൊക്കെ. ഇനി നമുക്ക് മേലെ റെഡ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ റെഡ് ഞാൻ ജസ്റ്റ് ഒരു ഹെഡ് മാത്രമാണ് ഉണ്ടാക്കുന്നുള്ളൂ, ഒരു ക്യൂട്ട് സാന്റാക്ലോസ്, അതിൻ്റെ ഹെഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ക്യാപ്പ് വേണമല്ലോ, സാന്റാക്ലോസിൻ്റെ തൊപ്പി, അതിന് വേണ്ടിയിട്ടാണ് ഈ റെഡ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് വൈറ്റ് സ്പേസ് വിട്ടിട്ട് റെഡ് കൊടുത്തു. തൊപ്പി നിങ്ങൾക്കറിയാമല്ലോ, റെഡ് ആൻഡ് വൈറ്റ് കോംബോ ആണല്ലോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ അത് കൊടുത്തു. ഇനി ഫേസിന് ഞാനിതാ ഒരു ഫേസിൻ്റെ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആ കളർ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയുന്നില്ല. ഇത് ഫേസ് കളറാണ്. സാന്റാക്ലോസ് വെളുത്തിട്ടാണല്ലോ, അപ്പോൾ ആ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ ഫുൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, കഷ്ടപ്പാട് വെറുതാകും. അപ്പോൾ ഇതാ അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താ ഇതിൽ ചെയ്യുക, കണ്ണ്. അപ്പോൾ ഞാൻ വേറൊരു ചെറിയൊരു പീസിൽ കണ്ണും ഒക്കെ വരച്ചെടുത്തതാണ്. അങ്ങനെ കണ്ണ് വരച്ച് ഞാൻ ഫെവിക്കോൾ തേച്ച് ഒട്ടിക്കുന്നുണ്ട്. ഗായ്സ്, നിങ്ങൾ എൻ്റെ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി മൂക്ക് ഞാനിവിടെ വെച്ചിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒരു മൂക്കിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ മൂക്ക് ഒട്ടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ജസ്റ്റ് ആ ഫേസിൻ്റെ കളറും കൂടി അതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. മൂക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ജസ്റ്റ് നമ്മളിങ്ങനെ
ടിഷ്യൂ പേപ്പർ ചുരുട്ടി മൂക്ക് എങ്ങനെയാണ് ആ രീതിയിൽ നമ്മളൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി ജസ്റ്റ് ചുണ്ട് വരച്ചു കൊടുത്തു. റെഡ് എടുത്തിട്ട് ചുണ്ടിങ്ങനെ വരച്ചു കൊടുത്തു. അപ്പോൾ ഫേസ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്, വൈറ്റ് ഐബ്രോസ്. അപ്പോൾ ജസ്റ്റ് പഞ്ഞെടുത്ത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു ജസ്റ്റ് ഒരു ഐബ്രോസിൻ്റെ ലുക്കിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെ 2 എണ്ണം നമ്മൾ ചെയ്തെടുക്കുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗായ്സ്. അപ്പോഴല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോയെന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കിങ്ങനെ ഐബ്രോസിന് വരച്ചു കൊടുക്കാം. ഗമ്മ് തേച്ച് ഇനി ഒട്ടിച്ചു കൊടുക്കാം. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര എളുപ്പത്തിലൊരു സാന്റാക്ലോസിനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഈ ജെല്ലിയുടെ എന്താ പറയുക, ജെല്ലിൻ്റെ പാത്രം കൊണ്ട്. ഐ മീൻ അതിൻ്റെ എന്താണ് ജെല്ലി കഴിക്കണ ഈ സാധനമില്ല അതന്നെ. അപ്പോൾ 2 ഐബ്രോസ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് താടി വെച്ച് കൊടുക്കണം. മീശ എൻ്റെ താടി. അപ്പോൾ വൈറ്റ് പഞ്ഞിയാണല്ലോ നമ്മൾ പൊതുവെ ഇങ്ങനെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ താടിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താടി ഏകദേശം സെറ്റാക്കി അങ്ങനെ നമ്മൾ മുഴുവൻ ചെയ്തെടുക്കാം. താടിക്കൊന്നും ഒരു പിശുക്കും നിങ്ങൾ കാണിക്കണ്ട, നല്ല രീതിയിൽ പഞ്ഞി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ താടിയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാപ്പിൻ്റെ ഭാഗത്ത് കൂടി കുറച്ച് പഞ്ഞി ഒട്ടിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാപ്പിൻ്റെ മേലെ ഭാഗത്ത് കൂടി ഒരു പഞ്ഞി ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോഴാണ് നമ്മുടെ സാന്റാക്ലോസിൻ്റെ ഹെഡ് സെറ്റാവുള്ളൂ. ഓക്കെ, അപ്പോൾ പഞ്ഞി സെറ്റായി. അപ്പോൾ നമ്മുടെ സാന്റാക്ലോസ് റെഡിയായി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കില്ലേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്.